ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഐലൻഡ് ഹോപ്പിങ്ങിന്റെ ഭാഗമായി ലങ്കാവിയുടെ അടുത്തുള്ള ചെറിയ ചെറിയ ദ്വീപുകളിലേക്കാണ് ഇന്നത്തെ യാത്ര. സെനാം ബീച്ച് റോഡിലെ മിക്ക ഷോപ്പുകളിലും ഐലൻഡ് ഹോപ്പിംഗ് ടൂർ ബുക്ക് ചെയ്യാൻ പറ്റും. പന്തേ സെനാം, പന്തേ തെങ്ക എന്നിവിടങ്ങളിലുള്ള ഹോട്ടലിലാണ് താമസമെങ്കിൽ ഹോട്ടൽ പിക്കപ്പ് ചെയ്യും. അല്ലെങ്കിൽ ടൂർ ബുക്ക് ചെയ്ത കമ്പനിയിൽ ചെന്ന് അവരുടെ വാനിൽ തെലുക് ബാരു ജെട്ടിയിലേക്ക് പോകണം. അവിടെ നിന്ന് ആദ്യം തന്നെ ബോട്ടിൽ പോകുന്നത് ഐലൻഡ് ഓഫ് പ്രഗ്നന്റ് ലേഡി എന്നറിയപ്പെടുന്ന പുലാവ് ദയാങ് ബുണ്ടിങ്ങിലേക്കാണ്. തെലുക് ബാരു ജെട്ടിയിൽ നിന്നും ബോട്ടിൽ 20 മിനിറ്റ് യാത്രയെ പുലാവ് ദയാങ് ബുണ്ടിങ്ങിലേക്കുള്ളൂ. 8 പേരാണ് ഈ ബോട്ടിലുള്ളത്. ദയാങ് ബുണ്ടിങ് മാർബിൾ ജിയോ ഫോറസ്റ്റ് പാർക്ക് എത്തി. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ജിയോ പാർക്കിന്റെ ഭാഗമായ ഈ ദ്വീപ് ലങ്കാവിയിലെ ആൾതാമസമില്ലാത്ത രണ്ടാമത്തെ വലിയ ദ്വീപ് കൂടിയാണ്. ലങ്കാവിയിലെ ആകെയുള്ള 99 ദ്വീപുകളിൽ 4 എണ്ണത്തിൽ മാത്രമേ ആൾതാമസമുള്ളൂ. ഈ ദ്വീപിന്റെ നടുവിൽ ഒരു ശുദ്ധജല തടാകമുണ്ട്. മുന്നിൽ കാണുന്ന ഈ മല കയറി ഇറങ്ങിയ തടാകത്തിനടുത്തെത്താം. പോകുന്ന വഴിക്ക് കയ്യിലുള്ള എന്തും തട്ടിപ്പറിക്കുന്ന ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാമറ ബാഗിൽ വെക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശുദ്ധജല തടാകം. ഈ തടാകത്തിൽ നോക്കുമ്പോൾ കാണുന്ന മലയുടെ ഷേപ്പ് ഒരു പ്രഗ്നന്റ് ലേഡിയെ പോലെ ഇല്ല. അതുകൊണ്ടാണ് ഈ പേര് കിട്ടിയത്. ലൈഫ് ജാക്കറ്റ് ഇട്ട് മാത്രമേ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ അനുവാദമുള്ളൂ. ഐലൻഡ് ഓഫ് ബിഗ് ലയൺസ് എന്നറിയപ്പെടുന്ന പുലാവ് സിംഗ ബസാറിലേക്കാണ് ഇനി പോകുന്നത്. പേരിൽ സിംഹമൊക്കെ ഉണ്ടെങ്കിലും അവിടെ സിംഹങ്ങളൊന്നുമില്ല. പിന്നെ ഈ ദ്വീപിൽ ഇറങ്ങാനും പറ്റില്ല. അതിനടുത്ത് തന്നെ ബോട്ടിൽ നിന്നുള്ള ഈഗിൾ ഫീഡിംഗ് ആണ് അടുത്ത പരിപാടി. മലായ് ഭാഷയിൽ ലങ് എന്ന് പറഞ്ഞാൽ ഈഗിളും കവി എന്ന് പറഞ്ഞാൽ മാർബിളുമാണ്. ഇത് രണ്ടും ഇഷ്ടംപോലെ കാണപ്പെടുന്ന സ്ഥലമായതിനാലാണ് ലങ്കാവി എന്ന പേര് കിട്ടിയത്. വെള്ളത്തിലേക്ക് ഇറച്ചി കഷ്ണങ്ങൾ ഇടുമ്പോൾ ഈഗിൾസ് ഡൈവ് ചെയ്ത് അത് എടുക്കുന്നത് കാണാം. ഉച്ചയോടെ ഐലൻഡ് ഹോപ്പിംഗ് കഴിഞ്ഞു. ലങ്കാവിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കുനുങ്ഡായിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ. സ്കൂട്ടർ റെന്റിനെടുക്കുമ്പോൾ കുനുങ്ഡായിലേക്കുള്ള റൈഡിന് ഇൻഷുറൻസ് കവറേജ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഇവിടം വരെ വന്നിട്ട് കുനുങ്ഡായിൽ നിന്നുള്ള ലങ്കാവിയുടെ വ്യൂ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. അങ്ങ് ദൂരെ മഴ പെയ്യുന്ന കാണാം. പിന്നെ ലങ്കാവിയുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ ദ്വീപുകളും. ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് സൂര്യാസ്തമയം ഒന്നും കാണാൻ നിൽക്കാതെ രാത്രി ആകുന്നതിന് മുൻപേ മലയിറങ്ങി. പുതിയ യാത്രാവിശേഷങ്ങളുമായി വീണ്ടും കാണാം.